ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. ദൈവം തന്നു, ദൈവം എടുത്തു, എല്ലാ മഹത്വവും ദൈവത്തിന്. സകലതും നഷ്ടപ്പെട്ട് വേദനയുടെ നടുവിൽ നിൽക്കുമ്പോൾ പറഞ്ഞ വാക്കുകളാണ്. തൻ്റെ ജീവിതത്തിൽ തൻ്റെ ജീവിത പങ്കാളിയും മക്കളും സമ്പത്തും എല്ലാം നഷ്ടപ്പെടുമ്പോഴും ദൈവത്തെ പഴിക്കാതെ, അമ്മയുടെ ഉദരത്തിൽ നിന്നും ഞാൻ നഗ്നനായി വന്നു, നഗ്നനായി കടന്നു പോകുമെന്ന ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ജോബിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സഹോദരങ്ങൾ, ഈ ചിത്രം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴും, ദുഃഖങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴും, വേദനയുടെ നടുവിൽ നിൽക്കുമ്പോഴും നീ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിച്ചാൽ, നീ ദൈവത്തെ പ്രഘോഷിക്കുവാനായി നിനക്ക് സാധിച്ചാൽ, ദൈവം 100 ഇരട്ടി അനുഗ്രഹം നിന്റെ ജീവിതത്തിലേക്ക് നൽകും. ഒരു നിസ്സാര പ്രശ്നങ്ങളിൽ മാറ്റിവെക്കേണ്ടതല്ല ദൈവത്തെ, ചില വേദനകളിൽ മാറ്റിവെക്കേണ്ടതല്ല നമ്മുടെ ദൈവത്തെ. അതാണ് ജോബ് 19-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ ഞാൻ ദൈവത്തെ ദർശിക്കും. അഴുകിയ ശരീരത്തിൽ സഹനങ്ങളുടെ നടുവിലും ഞാൻ എൻ്റെ ദൈവത്തെ ദർശിക്കും എന്ന് ജോബ് പറഞ്ഞതുപോലെ നമുക്കും പറയുവാൻ സാധിക്കട്ടെ. ആമേൻ.